ശരിയല്ലേ? ശ്വാസം പോയാളെ ശ്വാസം നിലച്ചാൽ ചുണ്ടിക്കാറില്ല, വേഗം ചെയ്യും, മറവും ചെയ്യും, അല്ലെങ്കിൽ ദേഹിക്കും. ഓരോ ആചാരത്തിനനുസരിച്ചില്ല. അപ്പൊ നമ്മൾ അറിയാതെ നമ്മൾ ജനിച്ച് അമ്മയുടെ വയറ്റിൽ നമ്മൾ 2 1 2 1 2. ഇത് നിങ്ങൾ രാവിലെ എണീച്ച ഉടനെ പായയിലിരുന്ന് ബെഡിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് ചെറുതേക്കുന്നു മാത്രം ഒരു 10 പ്രാവശ്യം ചെയ്യാം. എന്നും ബുദ്ധിമുട്ടാവും. അപ്പൊ പരിശ്രമം എടുക്കാം. എന്നിട്ട് ഈ തലകളിൽ മറ്റേ മുഖം ഒരു സെക്കൻഡ്. എന്നിട്ട് ഈ ആദ്യത്തെ അടച്ചെടുത്ത് തുറക്കാം. ഇത് അരിക്കൂടെ നല്ല സുഖം തോന്നുന്നുണ്ടോ? നമ്മളെ ഈ മുഖം ആദ്യം അടച്ചെടുത്ത് നമ്മൾ തുറന്നിട്ടാം അയക്കൂടെ. അപ്പൊ ഈ കാണാൻ തലകളോടെ നമ്മൾ അടച്ചിട്ടുണ്ട്. നന്നായിട്ട് വരിക്കാം. ആ മുഖം അടച്ചു പിടിക്കാം. അടുത്തു ഒരു സെക്കൻഡ്. മറ്റേ മുഖിനെ തുറന്നിട്ട് കുടുംബം ഫുള്ളായിട്ട് വരും. ഇങ്ങോട്ട് ആ തുറന്ന മുഖം കൂടി അടിക്കുക. അടുത്ത മുഖം കൂടി അടച്ചു പിടിക്കാം. മറ്റേ മുഖം കൂടി വിടാം. മറ്റേ തളകിടുന്നു ഉണ്ടാവും. മൂന്നാമത്തെ അങ്ങനെ കിടന്നില്ലേ? സ്വസ്ഥമായിട്ട് കിടക്കണേ. ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ എല്ലാ ഭാഗവും പറയുന്ന പേര് ശവാസനം എന്നാണ് കേട്ടാ. ഇങ്ങനെ കിടക്കും. നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. ശവാസനത്തിന്റെ നാഭീരഥ വയറിലൂടെ വെച്ചു, പൊക്കിലൂടെ വെച്ചുട്ടാ കണ്ടില്ലേ? എന്നിട്ട് ഞാൻ ശ്വാസം വലിക്കും. ശ്വാസം വലിക്കുന്നതിന്റെ കയ്യാ ഇരിക്കും പറയാം. ഇങ്ങനെ ഒഴിവാക്കാം. ഇവിടുന്ന് ഇങ്ങനെ എടുക്കും. നെഞ്ഞത്തൊക്കെ തിരിച്ചും കൊണ്ടുപോകണം. അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ പോയാൽ പറ്റില്ല. ഇങ്ങനെ പിടിച്ച് നെഞ്ഞത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ തിരിക്കുക. ശ്വാസം വലിക്കുന്നുണ്ടാവും. നിങ്ങൾ അതേമാതിരി തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. രാവിലെ തിരിച്ചിട്ട് വലിയ ഇരിക്കേണ്ടിയാണ്. അപ്പൊ കയ്യിനെ പുറത്തുവിട്ടില്ല. ഇങ്ങനെ പുറത്തുവിട്ട് നമ്മൾ നാടിനാണ് ഒരു ശ്വാസം എടുത്തോണ്ട് കൈ വീട്ടിൽ കൊണ്ടുപോകാം. ആ നീണ്ട് അതേമാതിരി വിട്ടോണ്ട് മുന്നിക്കുന്നുണ്ട്. ആ കൊണ്ട് ശ്വാസം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം. നീട്ടി പിടിക്കണം. നല്ല ശ്വാസകോശം ഉണ്ടാവോ? ആ 2 തിരിച്ച് വിട്ടോണ്ട് 1 2 1 2 1. ആദ്യം ശബ്ദം കേട്ടിട്ട് കളിക്കുന്നത് 2 വിട്ടോണ്ട് 1. ആ അങ്ങനെ കേൾക്കാം. 2 അപ്പോഴും വലിയ അവർ വീട്ടിലൂടെ അങ്ങനെ വരുമ്പോ തിരിച്ചുകൊണ്ടുപോ വിട്ടിട്ടാ പറ്റുക. 2 ഒറ്റ ഭാഗത്തേക്ക് ചെയ്യാവോ? കേട്ടില്ല? ഇടത്തെ കാലം കൂട്ടി കൂട്ടി ഇടത്തെ കാലം കൂട്ടി അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടത്തെ കാലം കൂട്ടി ചാടുന്ന വലത്തെ കാലം അനക്കണ്ട. വലത്തെ കാലം കൂട്ടി വലത്തെ കാലം മാറ്റി വീണ്ടും വലത്തെ കാലം ചേർത്തു കയറും. കൈ മാറ്റി വലത്തെ കാലം ചേർത്തു അതെ നീന്ന് നോക്കണ്ട. ഇത് 10 പ്രാവശ്യം നല്ല സ്പീഡിൽ ചെയ്താൽ അപ്പൊ വീട്ടിൽ എല്ലാവർക്കും ഇതൊന്ന് ഇതൊന്ന് ഇടത്തെ കാലം ചേർത്തു ഒട്ടൊന്ന് പറഞ്ഞു കയ്യെങ്ങനെയാവോ ഇവിടെയാ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞു
പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലേ? ഇതൊന്ന് കൂടി വരും. പറയോ ശ്വാസം നമ്മള് മുന്നിൽ ബാക്കിലോട്ട് വളയുമ്പോ വലിക്കുക. ശ്വാസം നമ്മൾ ബാക്കിലോട്ട് വരയ്ക്കുമ്പോ വരയ്ക്കുകയും മുന്നിലോട്ട് വരുമ്പോ കുതിരുകയും വേണം. ചെയ്യോ സർവപ്പെടുന്നില്ല. ശരീരത്തിന്റെ പുറത്ത് കയ്യിൽ തളർത്തും നിരണ്ടാവരുത്. ഒരു ഭാഗം നിരണ്ടാവരുത്. സാവധാനം കണ്ണുകൾ അടയ്ക്കൂ. അടയ്ക്കോ? നിങ്ങളുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കൂ. ശ്വാസം എടുക്കുന്നു, സാവധാനം ശ്വാസം എടുക്കുന്നു. കണ്ണ് തുറക്കരുത്. സാവധാനം ശ്വാസം വിടുന്നു. അതിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. നിങ്ങൾ സാവധാനം ശ്വാസം എടുക്കുന്നു, സാവധാനം ശ്വാസം വിടുന്നു, സാവധാനം ശ്വാസം വിടുന്നു. മുമ്പത്തേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ അടച്ചിരിക്കുകയാണ്. ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ബലം തന്നെയില്ല. കണ്ണുകൾ തുറക്കരുത്. സാവധാനം